ഹലോ ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ അതൊന്ന് കണ്ടിട്ട് ഇതിലുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ബേസിക് പഠിക്കുന്നവരാണെങ്കിൽ കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടാൻ അതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് സെക്കൻഡ് പാർട്ടിൽ ഉള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ന് സെക്കൻഡ് പാർട്ടിൽ ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ വിത്ത് മെനി സബ് ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ എ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ probability density function is given by f of x is equal to y naught into x 2 minus x 0 less than or equal to x less than or equal to 2. We have to find first one mean, second one variance, third one beta 1, and fourth one beta 2, fifth one, and show that the distribution is symmetrical. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, എന്നിട്ട് അതിൻ്റെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈ വൈ നോട്ട് എക്സ് ഇൻറ്റു 2 മൈനസ് എക്സ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഇതെന്താ ഈ വൈ നോട്ട്? അപ്പം നമുക്ക് എക്സ് ആണ് പാരാമീറ്റർ എന്ന് മനസ്സിലായി. കാര്യം എന്ന് പറഞ്ഞാൽ എക്സ് ആണ് വേരിയബിൾ എന്ന് മനസ്സിലായി, പാരാമീറ്റർ അല്ല വേരിയബിൾ എന്ന് മനസ്സിലായി. അപ്പോൾ അതെങ്ങനെ മനസ്സിലായെന്ന് പറഞ്ഞാൽ റേഞ്ച് എന്ന് പറയുന്ന എക്സിൻ്റെ ഇതിലല്ലേ കിടക്കുന്നത്. അപ്പോൾ ഈ വൈ നോട്ട്, അപ്പോൾ വൈ നോട്ട് എന്ന് പറയുന്നത് എന്തായാലും കോൺസ്റ്റൻ്റ് ആയിരിക്കും. പറഞ്ഞിട്ടുണ്ട് ഇതെന്ന് പറയുന്നത് ഒരു PDF ആണെന്ന്. അപ്പം നമുക്ക് ആദ്യം വൈ നോട്ട് എന്തുവാന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് നമ്മുടെ PDF നമ്മുടെ ക്വസ്റ്റ്യനെ റീഫ്രേസ് ചെയ്യാം. അപ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ട് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു വൈ നോട്ട് ഇൻറ്റു വൈ നോട്ട് എക്സ് ഇൻറ്റു 2 മൈനസ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സിൻ്റെ റേഞ്ച് 0 ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 2 എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിതൊരു PDF ആയ സ്ഥിതിക്ക് നമ്മുടെ ടോട്ടൽ പ്രോബബിലിറ്റി എപ്പോഴും 1 ആയിരിക്കും അല്ലേ. ഇപ്പോൾ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഓവർ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. അതായത് ഇത് 1 ആയിരിക്കും. ഇപ്പോൾ നമുക്കറിയാം ഇഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു PDF ആണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആയിരിക്കും. അതായത് ടോട്ടൽ പ്രോബബിലിറ്റി എപ്പോഴും വിൽ ബി ഈക്വൽ ടു 1 ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താലും എന്തോ കിട്ടണം, 1 കിട്ടണം. അപ്പം നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ വൈ നോട്ടിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ നമുക്കിത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. വൈ നോട്ട് ഇപ്പോൾ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്, വൈ നോട്ടിനെ നമുക്ക് പുറത്തെടുക്കാം. എക്സ് ഇൻറ്റു 2 മൈനസ് എക്സ് ഡി എക്സിനെയാണ് നമ്മളിപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് 2 മൈനസ് എക്സ് ഡി എക്സ്. അപ്പോൾ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്തോ കിട്ടും, വൈ നോട്ട് ഇൻറ്റു എക്സ്. ഇത് വേണമെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട്, ഇപ്പം ബേസിക് ആയിട്ടുള്ളവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സൗകര്യമായിട്ട് ഞാൻ എല്ലാ സ്റ്റെപ്പും കാണിക്കുന്നുമുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാനിപ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2x ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2 ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 എന്ന് എടുക്കാം. മൈനസ് എക്സ് സ്ക്വയറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് റേസ് ടു 3/3. റേഞ്ച് എന്ന് പറയുന്നത് 0 to 2. അപ്പം നമുക്ക് അടുത്തെന്താണ്, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് വൈ നോട്ട് ഇൻറ്റു അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 ആണ്. 2നെ നമുക്ക് എക്സിൻ്റെ സ്ഥാനത്ത് 2 കൊടുക്കുമ്പോഴത്തേക്കും 2 ഇൻറ്റു 2 സ്ക്വയർ ബൈ 2. അപ്പോൾ ആ 2 2 ക്യാൻസൽ ചെയ്തിട്ട് അവിടെ 4 വരും. മൈനസ് ഇവിടെ 2 ക്യൂബ് 8/3. പിന്നെ ലോവർ ലിമിറ്റ് 0 അല്ലേ, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഇത് 0 ആയതുകൊണ്ട് മറ്റേതും 0 എന്ന് വരും. അപ്പം നമുക്ക് ഉത്തരം എന്തോ കിട്ടും, which is equal to y naught into denominator 3,
12 minus 8 4/3. ഓക്കെ, അപ്പോൾ നമുക്ക് 4/3 എന്ന് കിട്ടും. 4/3 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞ എന്താണ്, ഈ ഒരു ഇൻ്റഗ്രൽ ഓവർ 0 to 2 f(x) dx എന്ന് പറയുന്നത് ഈക്വൽ ടു 1 എന്നാണ് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ y0 ഇൻറ്റു 4/3 എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആണ്, വിച്ച് ഇംപ്ലൈസ് y0 is equal to 3/4. ഓക്കെ, y0 is equal to 3/4. അപ്പം നമുക്ക് നമ്മുടെ ഫംഗ്ഷൻ എങ്ങനെ മാറ്റി എഴുതാം? f(x) is equal to 3/4 ഇൻറ്റു x ഇൻറ്റു 2 minus x. റേഞ്ച് എന്ന് പറയുന്നത് 0 less than or equal to x less than or equal to 2. അപ്പോൾ ഇതാണ് നമ്മുടെ PDF. ഇപ്പോൾ y0ൻ്റെ വാല്യൂ നമ്മൾ 3/4 എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ഇതാണ് നമ്മുടെ PDF. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ മാറി. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട് കണ്ടുപിടിക്കുക. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മീൻ എന്താണെന്നുള്ളതായിരുന്നു. അപ്പോൾ മീൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താണ്? മീൻ എന്ന് പറഞ്ഞാൽ which is equal to expectation of x, that is equal to integral over x into f(x) dx ആണ്. നമുക്ക് ഇപ്പോൾ മീനിനെ ഇപ്പോൾ ഈ കേസിൽ ആദ്യം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെ വരും? which is equal to integral over 0 to 2 x into എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? x into 2 minus x dx അല്ലേ? ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കുക. എല്ലാ ബ്രാക്കറ്റും ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇൻ്റഗ്രൽ ഓവർ 0 to 2 നമുക്ക് 3/4നെ നമ്മുടെ ഈ 3/4 കൂടെ ഉണ്ട്. ആ 3/4 ഞാൻ പുറത്തെടുത്തു. അപ്പോൾ 3/4 ഇൻറ്റു, അപ്പോൾ ഈ ബ്രാക്കറ്റ് എല്ലാം ഓപ്പൺ ചെയ്യുമ്പോൾ 2x² മൈനസ് എന്ത് വരും? x³ എന്ന് വരും അല്ലേ? 2x² മൈനസ് x³ എന്ന് വരും. ദാറ്റ് ഈസ് 3/4 ഇൻറ്റു ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2x² ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 2x raised to 3/3 എന്ന് വരും അല്ലേ? അപ്പോൾ 2x raised to 3/3 മൈനസ് x raised to 4/4. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്തു. അപ്പോൾ ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് വരും? 3/4 ഇൻറ്റു 2/3 പിന്നെ x³ 0 to 2 മൈനസ് 3/4 ഇൻറ്റു x raised to 4 എന്ന് പറയുമ്പോൾ x raised to 4 0 to 2 താഴെ ഒരു 4ഉം കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ 3 പോയി. അപ്പോൾ ബാക്കി ഇത് ലോവർ ലിമിറ്റ് 0 ആയതുകൊണ്ട് തന്നെ 2 raised to 3 8 ഡിവൈഡ് ബൈ 2 4 എന്ന് വരും. മൈനസ് ഇവിടെ എന്ത് വരും? ഇവിടെ 2 raised to 4 വരും അല്ലേ? 2 raised to 4 എന്ന് പറഞ്ഞാൽ 16. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് പോയിട്ട് ബാക്കി 3 മാത്രമേ ഉള്ളൂ. ദാറ്റ് ഇസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് അല്ലെങ്കിൽ മീൻ എന്ന് പറയുന്നത് നമുക്ക് 1 എന്ന് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വേരിയൻസ് ആണ്. വേരിയൻസ് എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? വേരിയൻസ് എന്ന് പറഞ്ഞാൽ μ2 ആണ് അല്ലേ? വേരിയൻസ് എന്ന് പറഞ്ഞാൽ μ2 ആണ്. μ2 is equal to μ2' മൈനസ് μ1'ൻ്റെ ക്യൂബ്. അപ്പോൾ ഇത് അടുത്തത് കഴിഞ്ഞിട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ബീറ്റയാണ്. പിന്നെ അത് β1 β2 ഒക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആർത്ത് മൊമെൻറ്റ് നോക്കിയാലേ ബാക്കി ചെയ്യാൻ എളുപ്പം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമുക്ക് μr' വാല്യൂ കണ്ടുപിടിക്കാം. ശരിക്കും μr' എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റഗ്രൽ ഓവർ x raised to r ഇൻറ്റു f(x) dx ആണ് μr' എന്ന് പറഞ്ഞത്. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഈ മീൻ എന്ന് പറഞ്ഞാൽ μ1' ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ എന്തിട്ട് കൊടുത്താൽ മതി? ആറിൻ്റെ വാല്യൂസ് ഇട്ട് കൊടുത്താൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് μ1', μ2', μ3', μ4' ഒക്കെ കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം μr' കണ്ടുപിടിക്കാം. അപ്പോൾ μr' is equal to ഇൻ്റഗ്രൽ ഓവർ μr' is equal to integral over 0 to 2 x raised to r into f(x) എന്താണ്? f(x) എന്ന് പറയുന്നത് y0 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ y0 3/4 അല്ലേ? അപ്പോൾ 3/4 ഇൻറ്റു x ഇൻറ്റു 2 മൈനസ് x dx. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ f(x) dx. അപ്പോൾ നമുക്കിത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ആദ്യം നമുക്ക് എളുപ്പത്തിന് വേണ്ടി കോൺസ്റ്റൻറ്റിനെ പുറത്തെടുക്കാം. കോൺസ്റ്റൻറ്റിനെ പുറത്തെടുക്കുമ്പോൾ 3/4 ഇൻ്റഗ്രൽ ഓവർ 0 to 2 മാക്സിമം സിംപ്ലിഫൈ ചെയ്തിട്ട്
നമ്മൾ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പാടാവും. അപ്പോൾ ഇത് മാക്സിമം സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സ് റേസ് ടു ആറും പിന്നെ എന്തുവാണ് ഒരു എക്സും. അപ്പോൾ എക്സ് റേസ് ടു എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എ റേസ് ടു എം പ്ലസ് എൻ. അതേപോലെ എക്സ് റേസ് ടു ആർ ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് എക്സ് റേസ് ടു ആർ പ്ലസ് 1. പിന്നെ ഒരു 2 മൈനസ് എക്സ് ഡി എക്സ്. നമുക്ക് ആ ബ്രാക്കറ്റിനെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റിനെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും 3/4 ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ 0 to 2 ഇൻറ്റു എക്സ് റേസ് ടു ആർ പ്ലസ് 1 മൈനസ് എക്സ് റേസ് ടു ആർ പ്ലസ് 1 മൈനസ് എക്സ് എന്ന് വരും അല്ലേ. അപ്പോൾ എക്സ് റേസ് ടു ആർ പ്ലസ് 2, അതായത് സോറി മൈനസ് എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻറ്റു ആണ്. ഇത് എക്സ് റേസ് ടു ആർ പ്ലസ് 1 ഇൻറ്റു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആണ്, ആ സൈൻ മൈനസ് ആണെന്നേ ഉള്ളൂ. അപ്പോൾ എക്സ് റേസ് ടു എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ, ആ സെയിം രീതിയിൽ തന്നെ എക്സ് റേസ് ടു ആർ പ്ലസ് 2 എന്ന് കിട്ടി. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 3/4 ഇൻറ്റു 2 അവിടെ കിടന്നോട്ടെ. അപ്പോൾ 2 എക്സ് റേസ് ടു ആർ പ്ലസ് 1. അപ്പോൾ അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് റേസ് ടു ആർ പ്ലസ് 2 ബൈ ആർ പ്ലസ് 2 മൈനസ് എക്സ് റേസ് ടു ആർ പ്ലസ് 2 എന്താവും എക്സ് റേസ് ടു ആർ പ്ലസ് 3 ബൈ ആർ പ്ലസ് 3 ഡി എക്സ്. ഡി എക്സ് വേണ്ടല്ലോ, ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞല്ലോ നമ്മൾ. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ലിമിറ്റ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. 3/4 ഇൻറ്റു നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 2 എക്സിൻ്റെ സ്ഥാനത്ത് 2 കൊടുക്കുക. ദാറ്റ് ഇസ് 2 ഇൻറ്റു 2 റേസ് ടു ആർ പ്ലസ് 2 ദ ഹോൾ ഡിവൈഡ് ബൈ ആർ പ്ലസ് 2 മൈനസ് 2 റേസ് ടു ആർ പ്ലസ് 3 ഡിവൈഡ് ബൈ ആർ പ്ലസ് 3. ലോവർ ലിമിറ്റ് 0 ആയതുകൊണ്ട് നമുക്ക് അതിനെ നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ ദാറ്റ് ഇസ് 3/4 ഇൻറ്റു 2 ഇൻറ്റു 2 റേസ് ടു ആർ പ്ലസ് 2 ദാറ്റ് ഇസ് 2 റേസ് ടു ആർ പ്ലസ് 3 എന്ന് വരും അല്ലേ. കാര്യം എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ആ ഒരു ഫോമിൽ ഡിനോമിനേറ്ററിൽ സെയിം തന്നെയാണ്. മറ്റേടത്ത് 2 റേസ് ടു ആർ പ്ലസ് 3 ബൈ ആർ പ്ലസ് 3. ഇനി നമുക്ക് എൽ സി എം എടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും 3/4 ഇൻറ്റു താഴെ നമ്മുടെ ആർ പ്ലസ് 2 ഇൻറ്റു ആർ പ്ലസ് 3, ന്യൂമറേറ്ററിൽ എന്ത് വരും 2 റേസ് ടു ആർ പ്ലസ് 3 ഇൻറ്റു ആർ പ്ലസ് 3 മൈനസ് 2 റേസ് ടു ആർ പ്ലസ് 3 ഇൻറ്റു ആർ പ്ലസ് 2. സോൾവ് ചെയ്യുമ്പോഴത്തേക്കും എന്തോ വരും നമുക്ക് ഡയറക്റ്റ്, ഞാനിപ്പോൾ പറയുന്നത് ഡയറക്റ്റ് മെത്തേഡാണ്. സിംപ്ലിഫൈ ചെയ്ത് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും ബ്രാക്കറ്റ്സ് എല്ലാം ഓപ്പൺ ചെയ്ത് ക്യാൻസൽ ചെയ്തൊക്കെ വരുമ്പോൾ 2 റേസ് ടു ആർ പ്ലസ് 3 ഇൻറ്റു ആർ പ്ലസ് 3 ഇൻറ്റു 2 റേസ് ടു ആർ പ്ലസ് 3 മൈനസ് ആർ ഇൻറ്റു 2 റേസ് ടു ആർ പ്ലസ് 3 മൈനസ് 2 ഇൻറ്റു 2 റേസ് ടു ആർ പ്ലസ് 3. അവിടെ തന്നെ ഈ രണ്ട് ടേംസും ക്യാൻസൽ ആയി പോവും. ആ രണ്ട് ടേംസും ക്യാൻസൽ ആയി പോയിട്ട് പിന്നെ ബാക്കിയുള്ളത് എന്താണ് 3/4 ഇൻറ്റു ന്യൂമറേറ്ററിൽ ബാക്കിയുള്ളത് 3 ഇൻറ്റു 2 റേസ് ടു ആർ പ്ലസ് 3 മൈനസ് 2 ഇൻറ്റു 2 റേസ് ടു ആർ പ്ലസ് 3. അപ്പം നമുക്ക് 2 റേസ് ടു ആർ പ്ലസ് 3നെ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 3 മൈനസ് 2 ഡിവൈഡ് ബൈ ആർ പ്ലസ് 2 ഇൻറ്റു ആർ പ്ലസ് 3, അതായത് 3/4 ഇൻറ്റു 2 റേസ് ടു ആർ പ്ലസ് 3 ബൈ ആർ പ്ലസ് 2 ഇൻറ്റു ആർ പ്ലസ് 3. നമുക്ക് ഈ 4നെ വേണമെങ്കിൽ നമുക്കിത് എങ്ങനെ എഴുതാം? 4 എന്ന് പറയുന്നത് എന്താണ് 2 ഇൻറ്റു 2 റേസ് ടു ആർ പ്ലസ് 1 ആണ് അല്ലേ. അപ്പോൾ അത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയിട്ട് 3 ഇൻറ്റു 2 റേസ് ടു ആർ പ്ലസ് 1 ബൈ ആർ പ്ലസ് 2 ഇൻറ്റു ആർ പ്ലസ് 3. ഇതാണ് നമ്മുടെ മ്യൂ ആർ ഡാഷ്. നമുക്ക് ആറിൻ്റെ സ്ഥാനത്ത് 1 ഇടുമ്പോൾ നമുക്ക് മ്യൂ 1 ഡാഷ് കിട്ടും. അതായത് 3 ഇൻറ്റു 2 റേസ് ടു 1 പ്ലസ് 1 ദാറ്റ് ഈസ് 2. അപ്പോൾ 4 ബൈ ആർ പ്ലസ് 2. അപ്പോൾ 2 പ്ലസ് 1 3 ഇൻറ്റു 4 ദാറ്റ് ഈസ് 1. അതിനാണ് നമുക്ക് നേരത്തെ കിട്ടിയത്. ഇനി അടുത്ത് മ്യൂ 2 ഡാഷ് കണ്ടുപിടിക്കാം. മ്യൂ 2 ഡാഷ് കണ്ടുപിടിക്കുമ്പോഴത്തേക്കും 3 ഇൻറ്റു 2 റേസ് ടു ആറിൻ്റെ സ്ഥാനത്ത് 2, അപ്പോൾ 3 ബൈ ആറിൻ്റെ സ്ഥാനത്ത് 2 വരുമ്പോൾ 4 ഇൻറ്റു 5 ദാറ്റ് ഈസ് നമുക്കത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 6/5 എന്ന് കിട്ടും. അതേപോലെ മ്യൂ 3 ഡാഷ് എന്ന് പറയുന്നത് 3 ഇൻറ്റു 2 റേസ് ടു 4 ബൈ 5 ഇൻറ്റു 6 എന്ന് വരും. ദാറ്റ് ഈസ് നമുക്കതിന് 8/5 ആണ്. അതേപോലെ മ്യൂ 4 ഡാഷ് എന്ന് പറയുന്നത്
3 into 2 raised to 5 വരും അല്ലേ. 5/6 into 7, ദാറ്റ് ഈസ് ഇത് ഈ ഡോട്ട് ഇട്ടേക്കുന്നെല്ലാം ഇൻറ്റു ആണ്. 6 into 7, അതായത് ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 16/7 എന്ന് കിട്ടും. അപ്പോൾ μ1 കിട്ടി, μ2 കിട്ടി, μ3 കിട്ടി, μ4 കിട്ടി. ഓക്കെ, അപ്പം നമുക്കിനി ഡയറക്റ്റ് ആയിട്ട് വേരിയൻസ് കണ്ടുപിടിക്കാം. വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേരിയൻസ് ഇസ് ഈക്വൽ ടു μ2 ആണ് അല്ലേ. μ2 ആണ്, ദാറ്റ് ഈസ് μ2 മൈനസ് μ1 സ്ക്വയർ. ദാറ്റ് ഈസ് μ2 എന്ന് പറയുന്നത് എത്രയാണ്? μ2 എന്ന് പറയുന്നത് 6/5 മൈനസ് 1, ദാറ്റ് ഈസ് എത്ര കിട്ടും? 6 മൈനസ് 5/5, ദാറ്റ് ഈസ് 1/5. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് β1 ആണ് അല്ലേ. β1 എന്ന് പറയുന്നത് μ3 സ്ക്വയർ ബൈ μ2 ക്യൂബ് ആണ്. അപ്പം നമുക്ക് ആദ്യം μ3 കണ്ടുപിടിക്കണം. എങ്കിലല്ലേ നമുക്കത് ചെയ്യാൻ പറ്റും. μ3 കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് μ3 is equal to μ3 മൈനസ് 3 μ2 μ1 പ്ലസ് 2 μ1 ക്യൂബ്. അപ്പോൾ ഇത് നമ്മൾ വാല്യൂസ് ഇട്ട് കൊടുക്കുക. നമ്മൾ പറഞ്ഞു വെച്ചിട്ട് μ3 വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? μ3 വാല്യൂ എന്ന് പറയുന്നത് 8/5 ആയിരുന്നു. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 8/5 മൈനസ് 3 ഇൻറ്റു 6/5 ഇൻറ്റു 1 പ്ലസ് 2 എന്ന് വരും അല്ലേ. 2 ഇൻറ്റു 1 2, ദാറ്റ് ഈസ് 8/5 മൈനസ് 18/5 എന്ന് വരും, പ്ലസ് 2. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -2 പ്ലസ് 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. അതായത് μ3 എന്ന് പറയുന്നത് 0 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് μ3 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ β1 വാല്യൂ അപ്പോൾ എന്ത് വരും? β1 ഇസ് ഈക്വൽ ടു μ3 സ്ക്വയർ ബൈ μ2 ക്യൂബ് അല്ലേ. അപ്പോൾ സിംപ്ലി ഡയറക്റ്റ്ലി അത് 0 ആവും. μ3 സ്ക്വയർ ബൈ μ2 ക്യൂബ് എന്ന് പറയുമ്പോൾ അത് 0 ആയി മാറും. ഇനി അടുത്ത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് β2 ആണ്. അപ്പോൾ β2 ഫോർമുല എന്ന് പറയുന്നത് β2 ഇസ് ഈക്വൽ ടു μ4 ബൈ μ2 സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് μ4 എന്ന് പറയുന്നത് എന്തുവാണ്? μ4 കണ്ടുപിടിക്കണം. അപ്പോൾ μ4 എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് എഗെയിൻ μ4 മൈനസ്, ഈ ഫോർമുലാസ് ഒക്കെ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ പറയാത്തത്. മൊമെന്റ്സിന്റെ ഫോർമുലാസ് ആണ്. μ4 മൈനസ് 4 μ3 μ1 പ്ലസ് 6 μ2 μ1 സ്ക്വയർ മൈനസ് 3 μ1 raised to 4. Okay, that is directly substitute ചെയ്യാം. μ4 16/7 ആയിരുന്നു, മൈനസ് 4 ഇൻറ്റു μ3 8/5 ആയിരുന്നു, ഇൻറ്റു μ1 1 ആണ്, പ്ലസ് 6 ഇൻറ്റു μ2 എന്ന് പറയുന്നത് എന്താണ്? 6/5 ഇൻറ്റു 1 മൈനസ് 3. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 16/7 മൈനസ് 32/5 പ്ലസ് 36/5 മൈനസ് 3. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്ത് കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് 80 പ്ലസ് 28 മൈനസ് 105 ഡിവൈഡഡ് ബൈ, അത് LCM എടുത്തതേ ഉള്ളേ, 35 എന്ന് വരും. ആ സ്റ്റെപ്പ് ഞാൻ പറയുന്നില്ല, ജസ്റ്റ് LCM എടുത്ത് ചെയ്തതാണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3/35 എന്ന് വരും. അതായത് μ4 വാല്യൂ 3/35 എന്ന് കിട്ടി. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡേറ്റ സിമെട്രിക് ആണോ എന്നാണ്. സിമെട്രിക് ആണെങ്കിൽ β3 എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആവണം. അപ്പം നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ഡിസ്ട്രിബ്യൂഷൻ ഇസ് സിമെട്രിക്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ടോപ്പിക്കിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ മെൻഷൻ ചെയ്യാം. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.